ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ ഈ ഇഞ്ചിപ്പം വളർന്ന് ഇത്രയായി. ഇനിയിപ്പോൾ ഇനി നല്ലോണം കിഴങ്ങ് വണ്ണം വെക്കടിക്ക് ഇനി നമ്മൾ വളം കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ സീമക്കൊന്നിയും ഇട്ട് കൊടുത്ത് പിന്നെ ഈ ഒരു സ്ലറി ഉണ്ട്, നല്ല അടിപൊളി സ്ലറിയാണ് ഇത്. പിണ്ണാക്ക് കാലത്ത് എല്ലാം വേപ്പും പിണ്ണാക്ക് പിന്നെ ചാണകം എല്ലാം കൂടിയുള്ള ഇത് വണ്ണം വെക്കാനാണ്. ഇത് നല്ലപോലെ നന്നാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങ് വരും. കണ്ടില്ലേ, ഇത് നമ്മൾ സാധാരണ ഭക്ഷ്യത്തിൽ ചാണകം വെറുങ്ങനെ നുള്ളി കൊടുക്കുകയ്യ. പക്ഷേ ഇതിപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നത്. ചാണകം വെക്കാമെന്നാണ് വിചാരിച്ചിനി. അപ്പോൾ പിന്നെ നല്ല ആച്ച് കാണുന്നുണ്ട്, മഴയില്ല. അതുകൊണ്ട് വിചാരിച്ച് ഏതായിരുന്നാലും നമുക്കിതിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. കണ്ട അതിലിപ്പോൾ ഇനിയിപ്പോൾ ഇരുന്നൂറാക്കട്ടെ. നല്ലപോലെ ഈ സീമക്കൊന്നേൻ്റെ തോലുണ്ടായാലും അവർക്ക് ഇഷ്ടം പോലെ കിഴങ്ങ് വണ്ണം വെക്കാനും നല്ല തോല്. ഈ സീമക്കൊന്നയാണ് ഏറ്റവും തോല് വെച്ച് നല്ല തോല്. ഇതിപ്പോൾ ഇഷ്ടംപോലെ തോല് ഇവിടെ ഇല്ലതുകൊണ്ട് ആരും പേടി പോകുമൊന്നും വേണ്ട. എനിക്ക് ഇവിടെ തന്നെ കൊത്തിപ്പറിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൊത്തി ആക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ഇത് നിറച്ചു. ഇനിയിപ്പം നിറച്ച് കഴിഞ്ഞാലല്ലേ ഇത് മേലെ കിഴങ്ങ് മുകളിലേക്കൂടി മേലേക്കൂടി എടുക്കുക. അന്നേരം അതിൻ്റെ മേലെ കൂടി കുറച്ച് ഇട്ട് കൊടുത്താൽ അതിൽ അങ്ങനെ വണ്ണം വെച്ച് വരും. അതിനാണ് ഞാനിതിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, കോലിട്ട് ഒഴിച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതേപോലെ ഇതിപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇതിലിപ്പോൾ എല്ലാം കടലപ്പൊടി അടക്കം, പിണ്ണാക്ക്, ചാണം, കടലപ്പിണ്ണാക്ക്, പിന്നെ കഞ്ഞിവെള്ളം, എല്ലാ സാധനവും ഉണ്ട്. ഈ വളം എന്ന് വെച്ചാൽ അത്രയും നല്ല വളമാണ്. കണ്ടില്ലേ, കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയും കണ്ടില്ലേ. കണ്ടല്ലോ, ഇനിയിപ്പോൾ അപ്പുറത്ത് ആടിയില്ല. അതിനൊന്ന് ഇത് കണ്ട, ഇതേപോലെ ഇത് നല്ലപോലെ നന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കൊടുത്താൽ മാത്രമേ നന്നാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വിളവെടുക്കാനല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ വിളവെടുക്കാൻ നമ്മളിതിങ്ങനെ എടുത്തു കൊടുക്കണം. ഇത് കണ്ടല്ലോ, അതേപോലെ അവർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അതിന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് ഉപകരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കും, കൈവളം കൊടുക്കേണ്ട സമയത്ത് കൈവളം കൊടുക്കും. ഇത് എല്ലാം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട സമയത്ത് ഇളക്കി കൊടുക്കും. അങ്ങനെയെല്ലാം ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ഇവർക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി ഇത് ചെയ്താൽ നിങ്ങൾക്കും കൂടി ഉപകാരമാവും. പിന്നെ എനിക്കും ആയല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ കണ്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇനി ആ സീമക്കൊന്ന് നിറച്ച് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഇതിനകത്ത് ഈ സ്ലറി ഒഴിച്ച് കൊടുക്കട്ടെ. ഈ സ്ലറി കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. ഉണ്ടാ, ഇതേപോലെ കുറച്ച് സ്ലറി ഒഴിച്ച് കൊടുത്ത്. ഈ സ്ലറി എന്ന് വെച്ചാൽ നല്ല സ്ലറിയാണ്. ഇത് എല്ലാ പിണ്ണാക്ക് എല്ലാം വേപ്പും പിണ്ണാക്ക് എല്ലാ അണുക്കളടക്കം പോകുന്ന സ്ലറിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാറ്റിനും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നന്നാവും. നല്ല അടിപൊളി വിളവായിട്ട് വരും. ഇപ്പം കണ്ടല്ലോ, ഇനിയിപ്പം ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ കാണണം അതിൻ്റെ എൻ്റെ ഇത് കണ്ട ഇതാണ്. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഞാനത് ഇതേപോലെ 4 എണ്ണത്തിന് ഞാനിപ്പം കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇനി വളർന്നോളൂ. ഇത് വേഗം ഉഷാറായിട്ട് വരും. എന്തോ ഒരു മഞ്ഞൾപ്പ് എന്തോ ഒരു രോഗം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് അടിച്ച് കൊടുക്കണം. അതിപ്പോൾ എന്തായാലും അടിച്ച് കൊടുക്കുക. ഇതിപ്പോൾ അടിച്ച് കൊടുത്തെങ്കിലേ ഇതിൻ്റെ മഞ്ഞളിപ്പ് രോഗം പോലും. ഇത് കണ്ട ഇതാണ് കുറ്റിക്കുരുമുളക് കൃഷി. ഇത് കണ്ട എൻ്റെ കുറ്റിക്കുരുമുളക് കൃഷി കണ്ട നിങ്ങൾ. ഞാനിപ്പോൾ ഇതെല്ലാം ഇത് അസോള ടാങ്കിയായിരുന്നു. അതിപ്പോൾ അസോള ആവശ്യമില്ലാതെ കൊണ്ടാണ്, കോഴീനെയൊന്നും നോക്കാൻ പറ്റാതെ കൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ചോളം.
ഇത് നമുക്ക് പറിച്ച് നടാനായി. ഇനിയിപ്പം പറിച്ച് നടണം. എവിടെയെങ്കിലും സൗകര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ പറിച്ച് നടി കേട്ടോ. മഞ്ഞൾ കൃഷി നല്ല വളമൊന്നും കൊടുത്തില്ല, നട്ട ബന്ധേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നല്ല ഉഷാറായിട്ടുണ്ട്. വേണ്ട, ഇതാണിപ്പം കൊടുത്തേ ഇഞ്ചിക്ക് കൊടുത്തേ വളം. ഇത് വേണ്ട, ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതാണ് ഇഞ്ചിക്ക് കൊടുത്ത കൃഷി. ഇത് വേണ്ട, വളക്കൃഷി ചെയ്ത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ ഇഞ്ചിക്ക്. ഇതാണ് ചേരങ്ങ. എന്താ ഇത് പൂ വന്നു തുടങ്ങി. ഇനി വേഗം ഇത് ചേരങ്ങ ഉണ്ടാവും. അതേപോലെ ഒരു ചോട് ഇത് കണ്ട ഒരു ബാഗിൽ ഇടി നട്ടിട്ടുണ്ട്. അതും ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സൗകര്യമില്ല, വെയിലുള്ള സ്ഥലവും അതെങ്കിൽ മാത്രമേ വെയിലുള്ള സ്ഥലമായി. പക്ഷേങ്കിൽ ഈ കാടെല്ലാം ബാക്കി കളഞ്ഞിട്ട് വേണം അതങ്ങനെ അരുവിലേക്ക് ഇങ്ങനെ പറിക്കാൻ. നമുക്ക് ഇഷ്ടംപോലെ പറിക്കാനുണ്ടാവും. അത് നാളെയും കാറ്റം ചെയ്യണം. കണ്ട, ഇത് വിളവെടുക്കാനായ ചേമ്പാണ്. കണ്ടില്ലേ, ആ ഒരു ചേമ്പ് ഞാൻ വിളവെടുത്തിട്ടുണ്ട്. അത് ഒരു ചേമ്പ് കണ്ടി എല്ലാം കൂടി വിളവെടുത്തിട്ട് അത് അവിടെ തന്നെ നട്ടു. ബാക്കി അടിയിലൊക്കെ കണ്ട മണ്ണം വെക്കൽ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഇതിപ്പം കണ്ടില്ലേ, ഇത് കണ്ട, ഇതാണ് ഞാനിപ്പോൾ എടുത്തതായത്. കണ്ടില്ലേ, ഇപ്പം വളമിട്ട് എടുത്തതായത്. ഇനിയിപ്പോൾ നമ്മളിത് ഇന്നും നമ്മൾ പണിയെടുക്കാനുള്ള എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനിയും കൊടുക്കണം വളം, എന്നാലേ നല്ലോണം വേഗം നിറച്ചും ഉണ്ടാവില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി ഇന്നും കൊടുത്തു കഴിഞ്ഞാൽ അത്രാണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത്രാണ്ട് നമ്മളെ കൃഷി ഉഷാറായി വരും. ഇനിയിപ്പം എന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരാം. എൻ്റെ പൂർവ്വ കൃഷിയുണ്ട്, നല്ലോണം നന്നായിട്ടുണ്ട് പൂർവ്വ കൃഷി. എന്താ പൂർവ്വ കൃഷി കാണിച്ചു തരാം, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ചേമ്പായത് കണ്ട, ഞാൻ ചാക്കിൽ നട്ട ചേമ്പായത് കണ്ട, ഈ ചാക്കിൽ നട്ട ചേമ്പായത് കണ്ട. ഇത് കണ്ട പൂർവ്വ കൃഷി കണ്ട, നല്ല എന്താ ഉഷാറ് നോക്കി. ഇത് കണ്ട നല്ല, ഇത് കണ്ട ഇത് ചേന കേട്ടോ. അതിൽ നട്ട ചേന നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പം നട്ട തൂക്കിയായിട്ട് കണ്ടല്ലോ. ഇപ്പം ഞാൻ പയറ് പൊടിപ്പിച്ചത് കണ്ട, അതാ പയറ് പൊടിപ്പിച്ചതാണ്. ഇപ്പം അത്രയേ ഉള്ളൂ.